നമ്മൾ നേരത്തെ എരുമേലി പേട്ടതുള്ളലിന് മുൻപായിട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള ആ ഒരു തിരക്കൊക്കെ തന്നെ നമ്മൾ കണ്ടായിരുന്നു. ഇനി ഈ അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടതുള്ളൽ സംഘത്തിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് ഉണ്ട്. മനോജ്, ഒരു ആവേശ കാഴ്ച തന്നെ, ഒരു ആത്മീയ കാഴ്ച തന്നെയാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. കാരണം അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായിട്ടാണ് അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടതുള്ളൽ സംഘത്തെ കാണുന്നത് പോലും. രജനി, അതുതന്നെയാണ്, പിതൃസ്ഥാനീയരായിട്ടാണ് ഈ രണ്ട് സംഘങ്ങളെയും കാണുന്നത്. എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ എരുമേലിയിലേക്ക് എത്തിയത്. യാത്ര തിരിച്ച് ഓരോ ക്ഷേത്രങ്ങളിലായി വന്ന ശേഷം, ഓരോ ചടങ്ങുകൾക്കും ശേഷം അവർ എരുമേലിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃക്കടവൂർ ശിവരാജുവിൻ്റെ മുന്നിലാണ്. ഈ ആനപ്പുറത്താണ് തിടമ്പ് എഴുന്നള്ളിക്കുക ഇന്ന്. അതിനുശേഷമാണ് ഈ അമ്പലപ്പുഴ സംഘം ഈ പേട്ടതുള്ളലുമായി പോകുക. എന്തായാലും 11 മണിയോടുകൂടി പേട്ടപ്പണം വയ്ക്കുന്നതോടെ ഈ പേട്ടതുള്ളൽ ആരംഭിക്കും. അതിൽ തന്നെ ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യം അതുതന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ പരുന്തിൻ്റെ സാന്നിധ്യം അറിയുന്നതോടുകൂടി തന്നെയാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലങ്ങാട് സംഘത്തോടൊപ്പമാണ്. അവർ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ ചടങ്ങുകളുടെ ഭാഗമായൊക്കെ 2-ാം തീയതിയാണ് അവർ അവിടെ നിന്നും തിരിച്ചത്. പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഈ പേട്ടതുള്ളലിനായി ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ അവർ ഈ ഒരുക്കത്തിൽ തന്നെയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ കഴിഞ്ഞതിന് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റേത് ആരംഭിക്കുക. ശുഭ്ര വസ്ത്രധാരികളാണ്. അതുകൊണ്ട് തന്നെ കളഭവും വെള്ള വസ്ത്രവും ധരിച്ചായിരിക്കും ഇവർ ഈ പേട്ടതുള്ളലിൻ്റെ ഭാഗമാകുക. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, എങ്ങനെ ഉണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ? ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ, ഇതുവരെ എരുമേലി വരെ നല്ല രീതിയിൽ സമാപിച്ചു. ഇനി എരുമേലി പേട്ടയാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പേട്ട സദ്യയുണ്ട്. പേട്ട സദ്യയ്ക്ക് ശേഷം നമ്മുടെ പേട്ട കൊച്ചമ്പലത്തിലേക്ക് പേട്ടയ്ക്ക് വേണ്ടി എഴുന്നള്ളിക്കും. ഇവിടെ കൊടിയും കോളയൊക്കെ എഴുന്നള്ളിച്ച് അതിനുശേഷം അവിടെ നിന്ന് പേട്ട തയ്ച്ച് വരുമ്പോഴാണ് നമ്മുടെ പരുന്ത് പറക്കുകയും അതിനു ശേഷം പേട്ട വലിയമ്പലത്തിൽ വന്ന് സമാപിക്കുകയും ചെയ്യുന്നത്. ആലങ്ങാട് സംഘവും ശബരിമലയും തമ്മിലുള്ള ഒരു ബന്ധം അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് എന്നുള്ളത്? ആലങ്ങാട് സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലങ്ങാട് സംഘം അയ്യപ്പൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെന്നാണ് അറിയപ്പെടുന്നത്. അതായത് അയ്യപ്പൻ കൊച്ചായിരുന്നപ്പോൾ ഉദയന സംഘം പന്തളം കൊട്ടാരം ആക്രമിക്കാൻ വന്നപ്പോൾ അയ്യപ്പൻ കളരി അഭ്യസിക്കുന്നതിന് വേണ്ടിയാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ സന്നിധിയിൽ കൂടുകയും അതിനുശേഷം ആലങ്ങാട് ചെമ്പോലക്കളരിയിൽ കളരി അഭ്യസിക്കുകയും ചെയ്തത്. ആ അഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഈ മറുവപ്പടയെ ആക്രമിക്കാനായിട്ട് അവിടെ നിന്ന് ആലങ്ങാട് സംഘത്തിൻ്റെ കൂടെ അയ്യപ്പൻ എരുമേലിക്ക് യാത്ര തിരിച്ചതും ഇവിടെ വന്ന് മറുവപ്പടയെ ആക്രമിച്ച് പന്തളം കൊട്ടാരം ആക്രമിക്കാൻ നടന്ന ആ മറുവപ്പടയെ ആക്രമിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് പിന്നെ ഇവിടെ അയ്യപ്പൻ ശബരിമല സന്ദർശനം നടത്തി അവിടെ ശ്രീധർമ്മശാസ്താവായി വിലയം പ്രാപിക്കുകയും ചെയ്തത്. ഈ ശുഭ്ര വസ്ത്രധാരികളാണല്ലോ നിങ്ങൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് സാധാരണ പേട്ടതുള്ളൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ചായം തേച്ചുകൊണ്ട് പച്ചിലയും അതോടൊപ്പം തന്നെ ശരക്കോലും ഒക്കെ എന്തിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശുഭ്ര വസ്ത്രധാരികളാകാനുള്ള അതിനൊരു കാരണമുണ്ടല്ലോ. ഈ ആലങ്ങാട് സംഘത്തിന് തിരിച്ചറിയുന്നത് ഈ ശുഭ്രവസ്ത്രധാരികൾ അയ്യപ്പൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെന്നുള്ളതിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ പേട്ട നയിക്കുന്നത്. ഈ അമ്പലപ്പുഴ സംഘമാണ് ഈ അമ്മ വീട്ടുകാർ, അവരാണ് കളർ പൂശി പേട്ട നയിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം പൂജാരി കൂടെ ചേരുന്നുണ്ട്. രാവിലെ തന്നെ പൂജകൾക്ക് തുടക്കമായോ? എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലൊക്കെ പോയ സമയത്ത്? ഞങ്ങൾ ഇന്നലെയാണ് എരുമേലിലെത്തിയത്. എരുമേലിലെത്തി ഇന്നലെ വൈകിട്ട് പാനക പൂജ ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ഈ പേട്ട സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചമ്പലത്തിലേക്ക് പേട്ട ഇതിന് പോകും. ആകാശത്ത് നക്ഷത്രം കാണുമ്പോഴാണ് ആലങ്ങാട് യോഗം. ഉച്ചയ്ക്ക് 3 മണിക്ക് നക്ഷത്രം കാണും. അപ്പോഴാണ് ആലങ്ങാട് സംഘം പേട്ട തുടങ്ങുന്നത്. ആ പേട്ട 6 മണിക്ക് വലിയമ്പലത്തിൽ എത്തിച്ചേരും. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ബോർഡും സ്വീകരിച്ച് ആനയിച്ച് പിന്നെ അവിടെ ദീപാരാധന കഴിഞ്ഞിട്ട് ഈ കൊടിയും ഗോളക ശ്രീകോവിലേക്ക് കൊടുത്ത് പിറ്റേ ദിവസം ആ ഗോളക തിരിച്ചു വാങ്ങി ഞങ്ങൾ നേരെ പമ്പയിലേക്ക് പോകും.
പിന്നെ പമ്പ സദ്യ, പമ്പ ആയിരിക്കുന്നു വിളക്ക് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.